ഹായ് ഹലോ, നമുക്കൊന്നൊരു കൊഞ്ച് ചോറ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളക്കാട്ടി ടേസ്റ്റ് കൂടുതൽ എപ്പോഴും കൊച്ചുള്ളിക്കാണ്. കൊച്ചുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ചതച്ച ഈ അരപ്പ് വെന്ത് വന്ന കൊഞ്ചിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് അരപ്പും കൊഞ്ചും കൂടി നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചത് വേവിക്കണം. പൊടികളുടെയും തേങ്ങയുടെയൊക്കെ ഒരു പച്ചക്കൊത്ത് മാറാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.